ഉണ്മയുടെ ഉണ്ട് ഉദാഹരണത്തിൽ ആനയുടെ അഭാവത്തിലും ആന ഉണ്ടെന്ന് പറഞ്ഞു. അത് ഭാഷാപ്രയോഗത്തിലും വരുന്നത് ആനയുടെ അഭാവം ഇല്ലായ്മയെയും ഉണ്ടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വസ്തു ഉണ്ടെങ്കിലും അതിൻ്റെ ഇല്ലായ്മയും ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഉണ്ട് മാത്രമേ ഉള്ളൂ എന്നല്ലേ വരുന്നത്. ഇത് വേദാന്തത്തിൽ പൂർവമീമാംസയിലും ഉത്തരമീമാംസയിലും അംഗീകരിക്കുന്ന ഒരു പ്രമാണമാണ്, അനുപലബ്ധി പ്രമാണം. ഈ അനുപലബ്ധി പ്രമാണം എന്ന് പറഞ്ഞാൽ ഇന്ന വസ്തു ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥബോധം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്നൂടി പറയാം, ഇന്ന വസ്തു ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥബോധം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അനുപലബ്ധി പ്രമാണം. ഇപ്പോൾ സാഖ്യത്തില് യോഗത്തില് ഒക്കെ പ്രമാണങ്ങളുടെ സംഖ്യയ്ക്ക് വ്യത്യാസമുണ്ട്. സാഖ്യത്തിൽ 3 പ്രമാണങ്ങളാണ്, യോഗത്തിൽ 4 പ്രമാണങ്ങളാണ്, പൂർവമീമാംസയിലും ഉത്തരമീമാംസയിലും 6 പ്രമാണങ്ങളാണ്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അതുപോലെ അർത്ഥാപത്തി, അനുപലബ്ധി, ആഗമം. ഇതാണ് 6 പ്രമാണങ്ങൾ. അതിൽ അനുപലബ്ധി പ്രമാണം ഇതാണ്. ഇവിടെ ആന ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ, ഇവിടെ ഒരു മൺപാത്രം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ മൺപാത്രത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് മുൻപ് കണ്ടിട്ടുള്ള മൺപാത്രം ഉള്ളിലുള്ളവർക്കേ അത് ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ആന ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ള ആന ബോധിപ്പിക്കപ്പെടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അവിടെ ആ വ്യവഹാരത്തിൽ അവിടെ ഇല്ല എന്നുള്ള ഇല്ലായ്മ തന്നെയാണ് പറയപ്പെടുന്നത്. ഉണ്ടെന്നുള്ള വസ്തുവെക്കുറിച്ചുള്ളതാണ് ശരിയാണ്, പക്ഷേ ഇല്ലായ്മയാണ് അവിടെ ബോധിപ്പിക്കപ്പെടുന്നത്.